മാനത്തെ കാർമേഘം കണ്ടാൽ പിന്നെ ഭയത്തോടെ കഴിയുന്ന കുറേ ജീവിതങ്ങളുണ്ട്. കോന്നി അച്ചൻകോവിൽ വനമേഖലയിലെ ആവണിപ്പാറയിൽ എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള ഒരു കൊതുമ്പ് വള്ളത്തെ ആശ്രയിച്ച് മാത്രം പുറം ലോകവുമായി ബന്ധം നിലനിർത്തുന്ന കുറേ കുടുംബങ്ങൾ. നടന്നെങ്കിലും പോകാൻ കഴിയുന്ന ഒരു പാലം എന്ന ഇവരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വനത്തിൽ പെയ്യുന്ന ഈ മഴ നല്ല രസമുണ്ട്. മഴയും വനവും പുഴയും മൂടൽമഞ്ഞുമൊക്കെ ഏവർക്കും പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഇതൊക്കെ ശാപമായ ഒരു കൂട്ടം ആളുകളുണ്ട് കോന്നി അച്ചൻകോവിൽ വനമേഖലയിലെ ആവണിപ്പാറയിൽ. നമുക്ക് അവരെ ഒന്ന് കാണാം, അവരുടെ ദുരിതം കേൾക്കാം. ഈ പുഴയ്ക്കപ്പുറം കുറേ ജീവിതങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ജനപ്രതിനിധികൾ ഓർക്കുന്ന കുറേ ജീവിതങ്ങൾ. മാനമൊന്നുരുണ്ടാൽ മഴ പെയ്താൽ ആവണിപ്പാറക്കാർക്ക് പിന്നെ ആദിയാണ്. ജലനിരപ്പ് ഉയർന്നാൽ പുഴ കടക്കാൻ കഴിയില്ല. അങ്ങനെ പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും അതോടെ അവസാനിക്കും. കൊച്ചുകുട്ടി ഇതിനാ പണിക്കൊണ്ട് പോകുന്നത്. രാവിലെ കയറ്റി വിട്ട 3 കുട്ടി ഏറ്റവും വലിയ ഈ വള്ളത്തെ പോകണം അക്കരയായിട്ട്. ഇത് മാത്രമേ ഉള്ളൂ ആശ്രയം. ഇത് മാത്രമേ ഉള്ളൂ ആശ്രയം, പുറത്തേക്ക് പോകാനുള്ള ഇതേ ഉള്ളൂ. അല്ല പാലം ഒന്നും ഇതുവരെ നടക്കുന്നില്ല ഇവിടെ. എത്ര ദിവസം പാലം പണിയെന്നും പറഞ്ഞപ്പോൾ ഇതുവരെ പാലം നടന്നില്ല. എപ്പോൾ ഉണ്ടെങ്കിലും വെള്ളം പോകും. 6 മാസം. മഴ കനക്കും മുൻപ് പുഴ കടന്ന് ഇക്കരെ എത്തി സുരക്ഷിതയിടത്തേക്ക് മാറുകയാണ് 4 വയസ്സുകാരൻ അഭിയും അച്ഛനും. വെള്ളം ഉയർന്നാൽ പിന്നെ വള്ളം ഇറക്കാൻ കഴിയില്ല. അതോടെ സ്കൂളിൽ പോക്ക് മുടങ്ങും. പാലില്ല, ആറ്റി വെള്ളം കൂടും, സ്കൂളിൽ പോകാൻ പറ്റില്ല. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. രാവിലെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പം വരുമ്പം വെള്ളം വടമായിരിക്കും. വടത്തിലൊക്കെ വന്ന മരങ്ങളൊക്കെ വലിയ മരങ്ങളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അക്കരയിൽ നിന്ന് ഇക്കരയിലോട്ട് വരാനും പറ്റത്തില്ല. കുട്ടികൾ ഇവിടെ ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ പേടിച്ച് സ്കൂളിൽ വിടത്തില്ല രക്ഷാർത്ഥികൾ, കൊച്ചു പിള്ളേരെയൊക്കെ. 40ഓളം വീടുകളുണ്ട് ആവണിപ്പാറയിൽ. എല്ലാവരും വനവാസ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ. പരാതി പറഞ്ഞും പ്രതിഷേധിച്ചും വാർത്തകൾ നൽകിയും ഒക്കെ ഇവർ മടുത്തു. ഇതുപോലെ എല്ലാ വർഷവും വരുമ്പോൾ നമ്മൾ ഇതുപോലെ വരുന്നവർക്ക് എല്ലാം പാർട്ടിനെ പറയുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ലെന്ന് പറയാമെന്നേ ഉള്ളൂ. പിന്നെ അതിനേക്കാളും മിണ്ടായി പറയാതിരിക്കുന്ന ഏറ്റവും ഇവിടെ പറഞ്ഞു മടുത്തു. ജലത്തിന്റെ സമയം മാത്രം പാലം തരാന്ന് പറഞ്ഞൊരു വരവ് വോട്ടിന് വേണ്ടി മാത്രം. ഇവർ ഈ പറഞ്ഞതിലുണ്ട് ഇവർക്ക് പറയാനുള്ള ഇവരുടെ മുഴുവൻ പ്രശ്നങ്ങളും. ജീവിതത്തിന്റെ പുത്തൻ പ്രതീക്ഷയിലേക്ക് കൈപിടിച്ചുയരാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികൾ ജീവൻ പണയം വെച്ചാണ് ഓരോ ദിവസവും സ്കൂളിലേക്ക് എത്തുന്നത്. ജീവനിൽ ഭയന്ന് കുട്ടികളെ സ്കൂളിൽ വിടാതെ വിദ്യാഭ്യാസം പൂർണ്ണമായി നിന്നുപോയവരുമുണ്ട് ആവണിപ്പാറയിൽ. സാങ്കേതികത്വം പറഞ്ഞ് തള്ളി നീക്കാതെ അല്പമെങ്കിലും മനസാക്ഷിയും മനുഷ്യത്വവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ കൺതുറക്കേണ്ടത് ആവണിപ്പാറ നിവാസികളെ പോലെയുള്ളവരുടെ മുൻപിലാണ്. കുറഞ്ഞപക്ഷം ഇവരുടെയൊക്കെ ജീവിതത്തിലെങ്കിലും മഴ സുഖമുള്ളൊരു ഓർമ്മയേയല്ല, മറിച്ച് കണ്ണുനീർ എന്നൊരർത്ഥം കൂടിയുണ്ട്. ക്യാമറാമാൻ ഗോപകുമാറിനൊപ്പം സി ജി ഉമേഷ്, ജനം, പത്തനംതിട്ട.